ഒരു ഉദാഹരണം ദൈവവചനത്തിന് പറഞ്ഞാൽ ജോസഫിന്റെ ചരിത്രം നമുക്ക് വളരെ പരിചിതമാണ്. ജോസഫിന്റെ ചരിത്രം, ദർശനം കാണുന്ന ജോസഫ് തന്റെ പിതാവിനോട്, മാതാവിനോട്, സഹോദരങ്ങളോട് തന്റെ ദർശനങ്ങൾ പങ്കുവച്ചപ്പോൾ അംഗീകരിക്കുവാൻ കഴിയാത്ത കുടുംബം. തന്റെ വാഗ്ദത്വം വളരെ സ്ട്രോങ് ആണ്. തന്റെ സഹോദരന്മാരാക്കാൻ മർദ്ദിക്കപ്പെട്ടു, പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ടു. താൻ പൊട്ടക്കിണറിന്റെ അടിയിൽ കിടക്കുമ്പോൾ ഒരു വിധത്തിൽ ചോദ്യം ഉയരാം, എന്റെ വാഗ്ദത്വം എവിടെ? പൊത്തിഫേറിന്റെ ഭവനത്തിലേക്ക് മാറ്റപ്പെടുന്നു. എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വരാവുന്ന ഒരു ചോദ്യമാണ്, എന്റെ വാഗ്ദത്വം എവിടെയാണ്? ചെന്നെത്തിയതൊരു തടവറയിൽ, പ്രിസണിൽ കിടക്കുമ്പോൾ അവിടെയും താൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എന്റെ വാഗ്ദത്വം എവിടെയാ? അതോടുകൂടെ കിടക്കുന്ന രണ്ട് സഹ തടവുകാർക്ക് അവരുടെ ദർശനം താൻ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. താൻ വിശദീകരിച്ച സ്വപ്നങ്ങൾ 2 ദിവസങ്ങൾ കൊണ്ട് അതിന്റെ പൂർത്തീകരണത്തിൽ വന്നപ്പോൾ അപ്പക്കാരനും പാനപാത്രവാഹകനും അവർ കണ്ട സ്വപ്നം അടുത്ത ദിവസം തന്നെ യാഥാർത്ഥ്യമായി മാറുമ്പോൾ ജോസഫിന് ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ദൈവത്തെ എന്റെ സമയം, എന്റെ വാഗ്ദത്തം നിറവേറുന്നില്ല? ഞാൻ വ്യാഖ്യാനം പറഞ്ഞ അപ്പക്കാരനും അഥവാ പാനപാത്രവാഹകനും അതിന്റെ പൂർത്തീകരണത്തിൽ വന്നുവെങ്കിൽ എന്തുകൊണ്ട് എന്റെ സമയം വരുന്നില്ല? ഹല്ലേലൂയ. ഞാൻ ഈ പ്രഭാതത്തിൽ ഈ ഡാളസിൽ ഇരുന്നു കൊണ്ട് ആരോടോ ദൈവത്തിന്റെ ഒരു ദൈവിക ദൂത് ഞാൻ വിളിച്ചു പറയുകയാണ്. ഈ രാത്രിയുടെ യാമത്തിലോ പ്രഭാത യാമത്തിലോ നിങ്ങൾ വളരെ വ്യാകുലപ്പെട്ടുകൊണ്ട് ദൈവിക വാഗ്ദത്തം ലഭിച്ചിട്ട് നാളുകൾ കഴിഞ്ഞിട്ടും അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുവാൻ കഴിയാതെ എന്തുകൊണ്ട് എന്ന് ഹൃദയത്തിൽ ചോദ്യമിട്ടുകൊണ്ട് പ്രാർത്ഥന നിർത്തിവെച്ച വിഷയത്തിന്റെ മേൽ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുന്ന മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ടെന്ന് ഇന്ന് പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുകയാണ്. ആമേൻ, ആമേൻ. ഹല്ലേലൂയ.